പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ ഏറെ വേദന ഏൽക്കേണ്ടി വന്ന ചമ്മട്ടിയടികളെക്കുറിച്ചുള്ള വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എംബ്രുച്ചിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെയുള്ള ധ്യാനം നമുക്ക് തുടരാം. ചമ്മട്ടിയടികൾക്കായി ബന്ധിക്കാനിരിക്കുന്ന തൂണുകൾ കണ്ടപ്പോൾ ഭയം കൊണ്ട് വിറച്ച യേശുവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. ചോരയൊലിച്ചും നീരുവന്നു വീർത്തും ഇരുന്ന ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റപ്പെട്ടു. ആ സമയമൊക്കെയും ക്രൂരന്മാരായ ശിക്ഷകർ നിരന്തരം അടിക്കുകയും ആക്രോശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു ഈ സമയം മുഴുവൻ ഹൃദയാർദ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് അവിടുത്തെ അമ്മയുടെ നേരെ മുഖം തിരിച്ചു. അമ്മ ചമ്മട്ടിയടിക്കുന്ന സ്ഥലത്തിനരികെ ഒരു മൂലയിൽ മറ്റ് വിശുദ്ധ സ്ത്രീകളോടൊപ്പം നിൽക്കുന്നു. യേശുവിൻ്റെ നോട്ടം അവരെയെല്ലാം സങ്കടത്തിലാഴ്ത്തി. പൂർണ്ണമായും നഗ്നനാകാൻ നിർബന്ധിക്കപ്പെട്ട യേശു തൂണിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, "നിന്റെ കണ്ണുകൾ എന്നിൽ നിന്നകറ്റുക." യേശു ഇത് മനസ്സിൽ പറഞ്ഞതാണോ ഉറക്കെ പറഞ്ഞുവോ എന്ന് അറിയില്ല. പക്ഷേ പരിശുദ്ധ മറിയം അത് മനസ്സിലാക്കി. കാരണം അതേ നിമിഷത്തിൽ മേരി അബോധാവസ്ഥയിൽ അവളുടെ ചുറ്റും കൂടിയിരുന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് വീണു. പീഡകർ ശാപവാക്കുകളോടെ യേശുവിനെ തൂണിനോട് ചേർത്ത് നിർത്തി അവിടുത്തെ കരങ്ങൾ പിന്നിലെ ഇരുമ്പ് വളയങ്ങളിൽ ബന്ധിച്ച് പാദങ്ങൾ നിലത്ത് സ്പർശിക്കാൻ കഴിയാത്ത വിധം ശരീരം മുഴുവൻ മുകളിലേക്ക് വലിച്ചു. പീഡകരുടെ മർദ്ദനത്തിൻ്റെ വേദനയും പൂർണ്ണ നഗ്നതയുടെ ലജ്ജയിലും മനുഷ്യപുത്രൻ നിലകൊണ്ടു. ക്രൂരരായ ബർബേറിയന്മാർ രക്തദാഹത്തോടെ യേശുവിൻ്റെ പരിശുദ്ധ ശരീരത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദനത്തിനായി അവരെടുത്ത ആദ്യത്തെ ചാട്ടയോ ചമ്മട്ടിയോ കടുപ്പമുള്ള വെളുത്ത മരം കൊണ്ട് ഉണ്ടാക്കിയതായി കാണപ്പെട്ടു. ഒരുപക്ഷെ അവ കാളകളുടെ ദൃഢതയുള്ള ഞരമ്പുകളോ വെളുത്ത തുകലിൻ്റെ കടുപ്പമുള്ള സ്ട്രിപ്പുകളോ ആയിരിക്കാം. സത്യദേവവും ദൈവപുത്രനും പൂർണ്ണ മനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ കർത്താവ് ക്രൂരന്മാരുടെ ചാട്ടവാറടിയിൽ പുഴുവിനെ പോലെ പൊളഞ്ഞു വേദന കൊണ്ട് ഞരങ്ങി. വേദനാജനകമായ ഈ പീഡകൾക്കിടയിൽ, ചാട്ടവാറടികളുടെ ഇടയിൽ യേശുവിൻ്റെ നിലവിളി സ്നേഹനിർഭരമായ പ്രാർത്ഥന പോലെ കേൾക്കാം. 1/4 മണിക്കൂറിൽ താഴെ നീണ്ടുനിന്ന ആദ്യത്തെ 2 പേരുടെ മർദ്ദനങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശരീരം മുഴുവൻ തവിട്ട് നീല ചുവപ്പ് വരകളാൽ മൂടപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും തിരുരക്തം താഴേക്ക് ഒഴുകിയിറങ്ങി. എല്ലാ ഭാഗത്തു നിന്നും പരിഹാസവും അട്ടഹാസവും മുഴങ്ങുമ്പോൾ യേശു വേദനയാൽ ഉറച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2ാമത്തെ ജോഡി ചമ്മട്ടികൾ വർദ്ധിത ക്രോധത്തോടെ യേശുവിൻ്റെ മേൽ വീണു. 2ാം ഘട്ടത്തിൽ പലതരത്തിലുള്ള ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയതുപോലെയും മുൾപടർപ്പുകൾ നിറഞ്ഞതുമായിരുന്നു. അല്പം പോലും മനുഷ്യത്വമില്ലാത്ത വിധത്തിലുള്ള പീഡകരുടെ ചാട്ടവാറടികൾക്കു കീഴിൽ യേശുവിൻ്റെ ശരീരം വിണ്ടുകീറി. യേശുവിൻ്റെ തിരുരക്തം വലിയ അളവിൽ ഒഴുകുവാനും പീഡകരുടെ കൈകളിലേക്ക് ചിതറിത്തെറിക്കുവാനും തുടങ്ങി. വേദന കൊണ്ട് വിറച്ച യേശു വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ഘട്ടത്തിൽ ചെറിയ ചങ്ങലകളോ സ്ട്രാപ്പുകളോ പോലുള്ളവ ഘടിപ്പിച്ച ഇരുമ്പ് കൈപ്പിടി കൊണ്ടുള്ള ചമ്മട്ടികളായിരുന്നു അവർ ഉപയോഗിച്ചത്. ഇവ ഉപയോഗിച്ച് അവർ മർദ്ദിക്കുമ്പോൾ യേശുവിൻ്റെ വാരിയെല്ലുകൾക്കിടയിലെ മാംസകഷ്ണങ്ങൾ പറിച്ചെറിയപ്പെട്ടു. എത്രയോ ഭയാനകവും നടുക്കുന്നതുമായ കാഴ്ച വിവരിക്കാൻ ആർക്കാണ് കഴിയുക? പീഡകരുടെ ക്രോധത്തിന് ഒരു കുറവും വന്നില്ല. അവർ യേശുവിൻ്റെ കെട്ടുകൾ അഴിച്ച് അവിടുത്തെ തിരിച്ചു നിർത്തി. രക്തവും മുറിവുകളും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തിലെ മുറിഞ്ഞ അരക്കെട്ടും കീറിത്തൂങ്ങിയാടുന്ന തൊലിയും അവിടുത്തെ നഗ്നത മറച്ചു. അക്രമകാരികളായ നായ്ക്കളെ പോലെ പീഡകർ അവിടുത്തെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. മർദ്ദകരിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന നേർത്ത ചാട്ടവാറുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് അവർ ആഞ്ഞടിച്ചു. രക്തം നിറഞ്ഞ് കാഴ്ച മങ്ങിയ കണ്ണുകളോടെ മർദ്ദകന്റെ നേരെ കരുണയ്ക്കായി നോക്കിയ യേശുവിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതേസമയം കൂടുതൽ ക്രുദ്ധരായി അവർ മർദ്ദനം തുടർന്നു.
ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു 3-ാം ഘട്ട മർദ്ദനം. യേശുവിനെ ബന്ധിച്ച കയറുകൾ പൊട്ടിയപ്പോൾ രക്തത്തിൽ കുളിച്ച് വേദന കൊണ്ട് പുളഞ്ഞ് തൂണിന് താഴെ കൂനിക്കൂടി യേശു വീണു. വാഴ്ത്തപ്പെട്ട ആൻകാദറിൻ എമ്രിച്ച് പറയുന്നു, ചമ്മട്ടിയടിക്കുന്നതിനിടയിൽ പലതവണ യേശു വിലപിക്കുന്നതായി ഞാൻ കണ്ടു. യേശുവിന് ചുറ്റും മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നതും തുളച്ചു കയറുന്നത് പോലുള്ള നിന്ദ്യമായ വേദനയുടെ ആലിപ്പഴങ്ങൾ മനുഷ്യർക്കു വേണ്ടി നമ്മുടെ കർത്താവ് ദൈവത്തിന് സമർപ്പിക്കുന്നതും ഞാൻ കണ്ടു. ഇപ്പോൾ തൻ്റെ രക്തത്തിൽ അവിടുന്ന് വീണ് കിടക്കുമ്പോൾ ഒരു മാലാഖ അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ വരുന്നത് ഞാൻ കാണുന്നു. മർദ്ദകർ എഴുന്നേൽക്കുന്നതിനു വേണ്ടി യേശുവിനെ ക്രൂരമായി ചവിട്ടി. യേശുവിൻ്റെ വസ്ത്രങ്ങൾക്കു വേണ്ടി അവിടുത്തെ വലിച്ചഴച്ചു കൊണ്ടുവന്ന അവർ യേശുവിൻ്റെ അമ്മയുടെ അരികിലൂടെ അവിടുത്തെ വലിച്ചെറിഞ്ഞു. തൻ്റെ പ്രിയപുത്രൻ്റെ രക്തം പുരണ്ട കാൽപ്പാടുകൾക്കരികിൽ പരിശുദ്ധ അമ്മ ദൈന്യതയോടെ കണ്ണടച്ചിരിക്കുന്ന കാഴ്ച എത്ര ഹൃദയഭേദകമാണ്. ഹൃദയവേദനയാൽ ഇഴഞ്ഞു നീങ്ങിയ ആ അമ്മ മകൻ്റെ രക്തം വീണെടുത്തുനിന്നെല്ലാം അവ ശേഖരിച്ചു. തിരുരക്തം തെറിച്ചു വീണ ഇടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ തേടി നടന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ യേശുനാഥ, അവിടുത്തെ കാരുണ്യം അതിരില്ലാത്തതാണല്ലോ. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി വേദനകളും ദുഃഖങ്ങളും സഹിക്കുന്ന അങ്ങയുടെ പീഡനമേൽക്കുന്ന ഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവവും മനുഷ്യനുമായ കറയില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ദൈവപുത്ര, കന്യാമറിയത്തിൻ്റെ തിരുസുതനെ, എളിമയിൽ അവിടുന്ന് രക്ഷയുടെ കുരിശ് സ്വീകരിക്കുകയും കാൽവരിയിലേക്കുള്ള അങ്ങയുടെ പാത തെളിക്കുകയും ചെയ്തു. അവിടെ ജെറുസലേമിൻ്റെ തെരുവുകളിൽ അങ്ങ് അവിടുത്തെ വിലയേറിയ തിരുരക്തം തളിച്ചു. തളിക്കപ്പെട്ട ഏറ്റവും വിലയേറിയ അങ്ങയുടെ തിരുരക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അടിമത്തത്തിലായിരിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തിനും അകത്തോലിക്കരായവർ ഏകവും പരിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ അങ്ങ് സ്ഥാപിച്ച സഭയിലേക്ക് തിരിച്ചു വരുന്നതിനുമായി ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം തളിക്കണമേ. അങ്ങനെ സ്വർഗീയ വൃന്ദങ്ങളുടെയും സകല മാലാഖമാരുടെയും മധ്യസ്ഥതയാൽ അടിമകൾ സ്വതന്ത്രരാക്കപ്പെടുകയും നഷ്ടപ്പെട്ട ആടുകൾ അജഗണത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ. ആമേൻ.